ഉറങ്ങി ഉണരുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് തുടങ്ങുകയാണ്. അല്ലാഹുമ്മ ജിഅൽ സ്വബാഹനാ ഹാദാ സ്വബാഹസ് സ്വാലിഹീൻ. അല്ലാഹുവേ, ഞാനൊരു പ്രഭാതം തുടങ്ങുകയാണ് തമ്പുരാനെ. എൻ്റെ ഇന്നത്തെ പ്രഭാതം ഉത്തമന്മാരുടെ പ്രതാപപാതമാക്കണേ തമ്പുരാനെ. വഅൽസിനതനാ അൽസിനതദ്ദാകിരീൻ. ഞങ്ങളുടെ നാവിനെ ദിക്ർ ചെല്ലുന്നവരുടെ നാവാക്കണേ തമ്പുരാനെ. വഖുലൂബനാ ഖുലൂബൽ ഖാശിഈൻ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭയപ്പെടുന്നവരുടെ ഹൃദയമാക്കണേ തമ്പുരാനെ. വഅബ്ദാനനാ അബ്ദാനൽ മുതിഈൻ. ഞങ്ങളുടെ ശരീരങ്ങളെ നിനക്ക് അനുസരണയുള്ളവരുടെ ശരീരമാക്കണേ തമ്പുരാനെ. വഅഅമാലനാ അഅമാലൽ മുത്തഖീൻ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തഖ്വയുള്ളവരുടെ പ്രവർത്തനമാക്കണേ തമ്പുരാനെ. വനബ്ബിഹ്നാ അൻ നൗമത്തിൽ ഗാഫിലീൻ. അല്ലാഹുവേ, അശ്രദ്ധയുടെ ഉറക്കിൽ നിന്ന് ശ്രദ്ധയുടെ ജീവിതത്തിലേക്ക് നീ ഞങ്ങളെ ഉണർത്തണേ തമ്പുരാനെ. വശാരിക്നാ. അല്ലാഹുവേ, ഞങ്ങളെ ഷെയർ ഹോൾഡേഴ്സ് ആക്കണേ തമ്പുരാനെ. നീ ഞങ്ങളെ പങ്കാളികളാക്കണേ തമ്പുരാനെ. ഫീ ദുആഇൽ മുത്തഖീന വസ്സാലിഹീൻ. നിന്റെ ഉത്തമന്മാരുടെ ഭയഭക്തിയുള്ള അടിയാർഗരുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾക്ക് പങ്കാളിത്തം തരണേ തമ്പുരാനെ. ഈ ദുആ ഉച്ചരിച്ചിട്ടൊരു പ്രഭാതം തുടങ്ങുന്ന മനുഷ്യൻ എവിടെ പിഴക്കാൻ? ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഒരു ദിവസത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന മനുഷ്യൻ ഒരിക്കലും പിഴക്കാൻ കഴിയൂല. കിതാബിലെ ഉലമാക്കൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ അശുഭം എന്നോ ശുഭം എന്നോ വിലയിരുത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ സുബഹിനെ നിങ്ങൾ പരിഗണിക്കുക. അവല് സുബഹിക്ക് ഒരാൾ എണീറ്റ ഉടനെ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഈ ദിക്ർ ചൊല്ലുന്നതോടുകൂടെ പിശാച് നിങ്ങൾ കടന്നതോടുകൂടെ 3 കെട്ടുകൾ നിങ്ങളുടെ തലയിൽ കെട്ടുകയാണ്. നിങ്ങളുടെ ചിന്തകളെ പോലും വരിഞ്ഞു കെട്ടുകയാണ് പിശാച്. ഇബ്ലീസുൽ ലഈൻ, മൽഊനായ ഇബ്ലീസ്, ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് നിങ്ങൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ശയ്യ കൊണ്ടാൽ, നിങ്ങൾ നിദ്ര പോകി കഴിഞ്ഞാൽ, നിങ്ങൾ ഉറക്കിലേക്ക് വഴുതി വീണ് കഴിഞ്ഞാൽ ഇബ്ലീസ് വന്നിട്ട് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ 3 കെട്ട് കെട്ടുകയാണ്. അത് സുബഹിക്ക് എണീറ്റ മനുഷ്യന് ഒന്നാമത്തെ കെട്ടിനെ അഴിക്കുന്നത് ഉറങ്ങി എണീറ്റ ഉടനെയുള്ള ദിക്ർ ചൊല്ലുന്നതോടുകൂടെയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. പിന്നെ നിസ്കരിക്കാൻ വേണ്ടി അവൻ വുളു എടുക്കുകയാണ്. ദന്തധാവനം ചെയ്ത് പല്ലി തേച്ച് ബ്രഷിംഗ് എല്ലാം കഴിഞ്ഞ് മിസ്വാക്ക് ചെയ്ത് വുളു എടുക്കുന്നതോടുകൂടെ അവന്റെ 2ാമത്തെ കെട്ട് നീങ്ങി. സുബഹി ജമാഅത്തായിട്ട് സുബഹി നിസ്കാരം നിർവഹിക്കുന്നതോടുകൂടെ അവന്റെ 3ാമത്തെ കെട്ട് കഴിഞ്ഞുപോയി. ആ മനുഷ്യന് ആ ദിവസം പിന്നെ അശുഭകരമേ അല്ല. ഇങ്ങനെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലാരിറ്റിയുള്ളവരാക്കി തീർക്കുന്നത് നമ്മുടെ രൂഢമൂലമായ അഥവാ വേരുറച്ചുപോയ വിശ്വാസമാണ്. ആ വിശ്വാസം തകരുമ്പോഴാണ് മരിച്ചുപോയ പിതാവിനെ ഗൗനിക്കാതിരിക്കുന്നത്. ആ വിശ്വാസത്തിന് പാളിച്ച സംഭവിക്കുമ്പോഴാണ് ഹിസാബ് മറക്കുന്നത്. ആ വിശ്വാസത്തിന് ഏതെങ്കിലും ബലഹീനത സംഭവിക്കുമ്പോഴാണ് നാളെ മീസാനും സിറാത്തും നമ്മൾ മറന്നു പോകുന്നത്. പുതിയ ജനറേഷനിൽപ്പെട്ട കുട്ടികളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോ അവർക്ക് കൾച്ചറൽ ഡീവിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം പ്രേമം എന്ന് പറയുന്നൊരു മൂവി ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ലാംഗ്വേജ് മാറി, അവരുടെ ഡ്രസ് കോഡ് മാറി. ഇപ്പൊ ഈ കഴിഞ്ഞ വലിയൊരുനാക്കളിൽ അതിന്റെ മുമ്പത്തെ 2 മാസം മുമ്പുണ്ടായ ചെറിയൊരുനാക്ക് ഞാനൊക്കെ ഖുതുബ ഓതുന്ന പള്ളിയിൽ പഠിച്ചോനെ 2-3 സുഫ് നല്ല കറുത്ത കുപ്പായും വെള്ള ധോത്തിയിട്ട മുതല്ലിമീങ്ങളായിരുന്നു. നല്ല താടിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു, ഇന്നഹും അസ്ഹാബു നിവിൻ പോളി ലിഅന്നഹും യത്തബിഊന നിവിൻ പോളി ഖദമൻ ബിഖദമിൻ ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. അവരാരാണ്? നിവിൻ പോളിന്റെ അത്ബാൻ. വഹും യത്തബിഊനഹു. അവൻ നിവിൻ പോളിയെ ഇത്തിബാഅ് ചെയ്യുന്നു. ഖദമൻ ബിഖദമിൻ, പാദത്തോട് പാദം, പാദാനുപാദം, മുഴത്തോട് മുഴം, ചാണിനോട് ചാണ്. ഇങ്ങനെയുണ്ടോ? അള്ളാഹുവെ, നമ്മുടെ വിശ്വാസമൊക്കെ എവിടെ കിടക്കുകയാണ്? ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. അന്യന് വിളമ്പിത്തരുന്നതിന് മുഴുവൻ തൊണ്ട തടാതെ വിഴുങ്ങാൻ നമ്മൾ ആളാണ് അല്ലേ? പരിശുദ്ധ ഖുർആനൊന്ന് മറിച്ച് അരമണിക്കൂർ ഇരിക്കുമ്പോഴേക്ക് ഉറക്ക് തൂങ്ങാൻ. വാട്സപ്പ് തുറന്നിട്ട് ഫേസ്ബുക്ക് തുറന്നിട്ട് സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് കൈ ടച്ച് ചെയ്തിട്ട്
രാത്രി മിന്നി മറിയുന്നത് അവൻ അറിഞ്ഞിട്ടേയില്ല. വേണമെങ്കിൽ സുബൈ ബാങ്ക് കൊടുക്കുന്നത് വരെ അവൻ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യും. ഓൺലൈൻ, ഫുൾ ടൈം ഓൺലൈൻ. ഖുർആൻ കണ്ട് തുറന്ന ഓഫ്ലൈൻ. നമ്മുടെ മാനിഫെസ്റ്റോ എന്താണ്? ഇപ്പൊ ഒരു കാർ കമ്പനിയുടെ പ്രൊഡക്റ്റാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു കാറ് എങ്കിൽ ആ കാർ ഹൗ ടു യൂസ്, ഹൗ ടു ഡ്രൈവ്, അതിനൊരു മാനിഫെസ്റ്റോ ഉണ്ട്. ആ കമ്പനിയുടെ മാനുഫാക്ചറാണ് കാറ്. ഈ കാറ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ മാനിഫെസ്റ്റോ ആണ് അതിന്റെ ബ്രോഷർ. ആ ബ്രോഷർ നോക്കിയിട്ട് നമ്മൾ അതിന്റെ യൂസിങ് പഠിക്കുന്നു, അതിന്റെ മെത്തേഡ് പഠിക്കുന്നു. അള്ളാഹുവിന്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മളെങ്കിൽ നമ്മളാകുന്ന പ്രൊഡക്റ്റിന്റെ യൂസിങ്ങിനുള്ള മാനിഫെസ്റ്റോ ആണ് ഹോളി ഖുർആൻ. ആ ഖുർആൻ നമ്മൾ ഒഴിവാക്കി. പഴയ കാലത്തൊക്കെ ഒരു അവല് സുബൈക്ക് അല്ലെങ്കിൽ പോട്ടെ സുബൈക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ദിവസം സന്ധ്യയാകുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും 20 മിനിറ്റ് ഖുർആൻ ഓതാതെ ഏത് നാടനായ മനുഷ്യനും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുടെ കഥയല്ല ഞാൻ ഈ പറയുന്നത്. ഇസ്ലാമുമായി പുലബന്ധം പോലും തന്റെ ജോലിക്കില്ല. അങ്ങനത്തെ മനുഷ്യൻ, നാടന്മാരിൽ നാടനായ മനുഷ്യൻ പോലും ഒരു ദിവസം ഖുർആന് തൊടാതെ എന്റെ ജീവിതം കഴിഞ്ഞു പോകാൻ പാടില്ല എന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ശപഥം ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. ഹദ്ദാദ് റാത്തിബ് പതിവാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് വീടായ വീട് മുഴുവൻ, നാടായ നാട് മുഴുവൻ ചൊല്ലാൻ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ വസറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. അല്ലാഹുവേ, ഈ സമുദായത്തിന്റെ കാര്യം നീ മസ്ലഹത്തിലാക്കണേ തമ്പുരാനെ. വസറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. സമുദായത്തിന് പ്രയാസമുണ്ടാക്കുന്ന ശക്തികളെ നീ തട്ടിമാറ്റണേ തമ്പുരാനെ. സ്വറഫ, ഇസ്രാഫ്, അതിനാണ്ട് തട്ടി മാറ്റാൻ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അതിന് സർഫ്. ഇത്രയും ഉത്കടമായ മന്ത്രങ്ങള് ഹദ്ദാദിലൂടെ ഒരു ഔഷധക്കൂട്ട് പോലെ കൊണ്ടു നടന്ന നമ്മള് ഇന്ന് ഹദ്ദാദിനെ അവോയ്ഡ് ചെയ്തപ്പോ ദാദ്രി കണ്ടു. അഖ്ലാഖ് ഖാൻ പട്ടിയെ തല്ലി ചതക്കും പോലെ തല്ലി ചതക്കപ്പെട്ടു. അഖ്ലാഖ് ഖാന്റെ 21 വയസ്സുള്ള മകൻ ദാനിഷ് അഹമ്മദ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. നമ്മളെന്ത് ഭക്ഷിക്കണം എന്ന് ഏതോ ചില ആളുകൾ തീരുമാനം പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് കവിത പാടിയ പൗരാണികരായ ആളുകളെ പറ്റി ഇപ്പൊ ഇങ്ങനെ ഓർത്തു പോവുകയാണ്. അവരുടെയൊക്കെ ഒരു അഭിമാന ബോധം അല്ലേ? നമ്മുടെ ഇസ്സത്ത് പോയി. എന്തുകൊണ്ട്? ഈ ഇസ്സത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരുപാട് കടഞ്ഞെടുത്ത സത്തകരുണ്ടായിരുന്നു നമുക്ക് കൈമുതലായിട്ട്. ഏതുപോലെ? ഈ ദിക്ർ പോലെ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന വസറഫല്ലാഹു ശർറൽ മുഅ്ദീൻ. കഴിഞ്ഞു. നമ്മളതിനെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് ഉത്തമമായ ഒരു ദാർശനിക വശം കിട്ടിയിട്ട് അതിനെ പണയപ്പെടുത്തിയിട്ട് അന്യന്റെ മുമ്പിലേക്ക് പോയിട്ട് കുമ്പിടേണ്ട അവസ്ഥ നമുക്ക് വരികയാണ്. ഇപ്പതാ ജ്യോത്സ്യനെ സമീപിക്കുന്ന എത്ര മുസ്ലിം സുഹൃത്തുക്കളെ കാണാൻ സാധിക്കും. പർദ്ദയിട്ട ഉമ്മമാര് പോയിട്ട് കുട്ടിയുടെ രാശി നോക്കുകയാണ്, നക്ഷത്രം നോക്കുകയാണ്, നാള് നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് അന്ത്യനാളിന്റെ അടയാളമാണ്, സംശയമില്ല, അന്ത്യനാളിന്റെ അടയാളമാണ്. മദീന മുനവ്വറയിൽ പരിശുദ്ധ റസൂലിന്റെ കൂടെ സഹാബത്ത് അങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിലാണ് അപൂർവങ്ങളിൽ അപൂർവമാണ് മണരാരണ്യത്തിൽ മഴ പെയ്യുന്ന അവസ്ഥ. അന്നൊരു മഴ പെയ്തു പോയി. സഹാബത്തിന് അത്ഭുതം, ആഹ്ലാദം അവർക്ക് അതിര് കടന്നുപോയി. വല്ലാതെ മഴ പെയ്തപ്പോ സഹാബത്തിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, മുത്തിർനാ ബിനൗഇകദാ, ആകാശത്ത് ഇന്നാലിന്ന രാശി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് നമുക്ക് മഴ കിട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ സ്റ്റാർ, രാശി നക്ഷത്രം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണ് ഈ മഴ നമുക്ക് കിട്ടിയത്. മുത്തിർനാ ബിനൗഇകദാ. റസൂലുള്ളാഹി അത് കേട്ടു. പരിശുദ്ധ റസൂലിന്റെ മുഖം ചുവന്നു തുടുത്തു, വിവരണമായി. തഗയ്യറ വജ്ഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ആരാടാ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നത്?
എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞത്? ഇവിടെ മഴ പെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞത് രാശി വന്നത് കൊണ്ടാണ് മഴ കിട്ടിയത് എന്ന്. സൂക്ഷിച്ച് സംസാരിക്കണം സഹാബികളെ. ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ഉതകുന്ന പദപ്രയോഗമാണ്. മറിച്ച് നിങ്ങൾ പറയണം മുത്തിർനാ ബിഫദ്ലില്ലാഹ്, ഏകാധിപതിയായിരിക്കുന്ന പടച്ച തമ്പുരാന്റെ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് റബ്ബേ മഴ കിട്ടിയത്. രാശി പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടല്ല മഴ കിട്ടിയത്. നിങ്ങൾ തിരുത്തണം സഹാബികളെ. അങ്ങനെ അപവാദം പറഞ്ഞു പോയവരെ, അപാകത സംസാരത്തിൽ വന്നുപോയ ശിഷ്യഗണങ്ങളെ അവിടെ വെച്ച് തന്റെ ചൂണ്ടാണി വിരൽ കൊണ്ട് തിരുത്താൻ, അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, പരിശുദ്ധ മതത്തിന്റെ സുന്ദരമായ ഈ പാതയിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ഭയപ്പെട്ടപ്പോ അവരെ ഇവിടെ സുസ്ഥിരമാക്കാൻ, പതറാത്ത പാദത്തോടെ ഉറച്ചു നിൽക്കാൻ സഹാബത്തിനെ പ്രേരിപ്പിച്ച ഗുരുനാഥനെ, അമിനാന്റെ മുത്തുമോനെ, അബ്ദുല്ലാന്റെ പുന്നോമന പുത്രനെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പരിശുദ്ധ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ചർച്ച ചെയ്താലും അവിടേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഉത്കടമായ അഭിനിവേശം അല്ലേ? എവിടെ ചർച്ച ചെയ്താലും മുത്തുനബിയിലേക്ക് മടങ്ങാൻ കഴിയുള്ളൂ. കാരണം തന്നതിനെ മുഴുവൻ തന്നത് അവരാണ്, കിട്ടേണ്ടത് മുഴുവൻ കിട്ടിയത് അതോടൊന്നാണ്. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വരാൻ പോവാൻ. പുണ്യ നബിയുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ മുസൽമാൻ. അത് വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയാണ്, അത് ഹൃദയത്തെ പ്രകാശമാനമാക്കുകയാണ്, അത് മനുഷ്യനെ മറ്റൊരാളാക്കി മാറ്റുകയാണ്, അത് അല്ലാഹുവിന്റെ റസൂലിനെ അടുത്തറിയാനുള്ള ശക്തി നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. मुझे मौत भी जो आए तो हज़ामने मदीना, എനിക്ക് മരണം വരികയാണെങ്കിൽ ആ മരണം മദീനയിൽ വെച്ചാവട്ടെ എന്ന് അല്ലാമാ ഇക്ബാൽ ആഗ്രഹിച്ചു പോയി. കൂടെയുള്ളവർ ചോദിച്ചു, ഇക്ബാൽ അങ്ങനെ പറയണോ? അതേ, അങ്ങനെ പറയുമടാ. മുത്തുനബിയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചാൽ നിനക്കും അങ്ങനെ കവിത പാടാം എന്ന് ഇക്ബാൽ തൻ്റെ സുഹൃത്തിനോട് മറുപടി പറഞ്ഞു പോയി. അങ്ങനെ പരിഭവവും പ്രത്യുത്തരവും സ്നേഹത്തിൽ ലാളിക്കപ്പെട്ട പരിഭവവും പ്രത്യുത്തരവുമായി തീരണം. നിങ്ങൾക്കറിയുമോ, സൈനബ് റളിയല്ലാഹു അൻഹായെ ഒരു കൊച്ചുകുട്ടിയാണ്. അന്ന് സൈനബിന്റെ പേര് സൈനബ് എന്നല്ല, ബർറ എന്നാണ്. ബർറ. പരിശുദ്ധ റസൂലിന്റെ അടുക്കലേക്ക് മിടുക്കിയായ പെൺകുട്ടി കടന്നു വന്നു. മസ്മുക്കി, മോളെ, കുഞ്ഞുമോളെ, നിന്റെ പേരെന്താണ്? ആ കുട്ടി പറഞ്ഞു പോയി, മനോഹരമായി തന്നെ പറഞ്ഞു, ബർറ, എന്റെ പേര് ബർറ എന്നാണ് യാ റസൂലല്ലാഹ്. ബർറ എന്ന വാക്കില് മീനിങ് ഒക്കെ ഉണ്ട്. ബിർറ്, ഗുണം. ആ വാക്കിൽ നിന്നാണ് ഗുണവതി എന്ന ഈ പേര് കടന്നു വന്നത്. പക്ഷേ അത് മരുഭൂമിയിൽ അത്ര കേട്ട് പരിചിതമുള്ള പേരല്ല. റസൂലുള്ള ചോദിച്ചു, മോളെ, ഇങ്ങനെ ഒരു പേര് മരുപ്പറമ്പിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. നിന്റെ ഉപ്പയും ഉമ്മയും ഈ പേരിട്ടപ്പം എന്ത് ലക്ഷ്യമാണ് വെച്ചത്? ഈ കുട്ടി പറഞ്ഞു, എൻ്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് റസൂലല്ലാ, ഇവിടെ ആർക്കും ഇല്ലാത്തൊരു പേര് എൻ്റെ കുട്ടിക്ക് കിടക്കട്ടെ, അപ്പം എൻ്റെ കുട്ടിയുടെ പേര് എല്ലാവരും ശ്രദ്ധിക്കും. ആ ലക്ഷ്യത്തിലാണ് എൻ്റെ കുഞ്ഞുമോൾക്ക് ബർറ എന്ന പേരിട്ടതെങ്കിൽ നിന്റെ പേരിനെ ഞാൻ മാറ്റുന്നു, നീ ഇന്ന് മുതൽ സൈനബാണ്. ആ കുട്ടിയാണ് ചരിത്രം കണ്ട സൈനബ ബീബി റളിയല്ലാഹു അൻഹ. പേരിന് കുഴപ്പമുണ്ടായിട്ടാ അല്ല, നീയത്ത് മാറി. നീയത്ത് പോലും മാറാൻ പാടില്ല എന്നാണ്. പേരിൽ എന്തിരിക്കുന്നു എന്ന്, പേരിലെല്ലാം ഇരിക്കുന്നുണ്ട്. മുഅ്മിന എന്ന് പറയുന്ന പാലക്കാട്ടുകാരിയായ 32കാരി ആ പേരിനെ അന്വർത്ഥമാക്കിയില്ല, പരിശുദ്ധ മക്കയിൽ പോയി. പരിശുദ്ധ മക്കയിൽ ക്രെയിൻ അപകടത്തിൽ മരിച്ച ഏക മലയാളി വനിതയാണ് മുഅ്മിന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രക്തം ചിന്തിയ വെള്ള മതാഫിൽ സിദ്ദീഖുൽ അക്ബറിന്റെ രക്തം ചിന്തിയ വെള്ള മതാഫിൽ റളിയല്ലാഹു അൻഹുമാ ഒരു മലയാളിയായ പെൺകുട്ടിയുടെ രക്തം ചിന്തുകയാണ്. മുഅ്മിന മെല്ലെ മെല്ലെ പെടഞ്ഞ് മരിക്കാൻ പുറപ്പെടുകയാണ്. തൊട്ടു മുമ്പ് തന്നെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു പോയി. ഭർത്താവിന്റെ കയ്യിലേക്ക് ചാഞ്ഞു വീണ് പോയ മുഅ്മിന എന്ന് പറയുന്ന യുവതി പറയുകയാണ്, എനിക്ക് അവസാനമായി സംസം നുണയണം.
വുളു എടുത്തിട്ട് കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധ മതാഫിൽ പടഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണ് അവസാനം സംസം തന്റെ ചുണ്ടിലൂടെ ഇറക്കി, വായിലൂടെ ഇറക്കി. അള്ളാഹുവിന്റെ കഅബാലയത്തിന്റെ മുൽത്തസം എന്ന് പറയുന്ന വാതിലിന്റെ മുമ്പിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിച്ചുപോയി എന്ന് മാത്രമല്ല, പുണ്യ റസൂൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ പ്രിയതമയായ ഖദീജ ബീവി കിടക്കുന്ന ജന്നത്തുൽ മുഹല്ലയിൽ ബീവി ഖദീജയുടെ കാലിന്റെ ചുവട്ടിൽ ഖബറിൽ കിടക്കാൻ ഒരു പാലക്കാട്ടുകാരിയായ പെൺകുട്ടിക്ക് ഭാഗ്യം ലഭിച്ചതിന്റെ ചേതോ വികാരം. ആ പേരിന്റെ പരിശുദ്ധി തന്നെ ആയിരിക്കും, പറയാൻ പറ്റൂല. മുഅ്മിന എന്ന പേരിനെ അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഒരു പെൺകുട്ടി. അല്ലാഹുവേ, നല്ല പേര് നമ്മൾ ഇടണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വരികയാണെന്ന് ഖലീഫയാണ് ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയോട് പറഞ്ഞു പോയി, ഖലീഫ, എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചുകൊണ്ടുവന്ന എൻ്റെ 4 വയസ്സുകാരനായ കുഞ്ഞുമോൻ വല്ലാത്ത വികൃതിയാണ്, അവൻ വല്ലാത്ത വികൃതിയാണ് യാ ഉമർ, യാ ഖലീഫ. അതുകൊണ്ട് ഇവന്റെ സ്വഭാവ ദൂഷ്യം ഒന്ന് മാറിക്കിട്ടാൻ അങ്ങ് ദുആ ചെയ്തു തരണം. അതിനു വേണ്ടിയാണ് എൻ്റെ വികൃതി പയ്യനെയും പിടിച്ചിട്ട് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് കടന്നു വന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇയാൾ പറഞ്ഞു, എങ്ങനെയാ? ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ ചോദിച്ചു, കുട്ടിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, മാ സമ്മൈതു, നീ ഇവനെന്താ പേരിട്ടത്? ഇവനെ പറ്റി നീ പറഞ്ഞു, ഇവന് സ്വഭാവ ദൂഷ്യണ്ട്, പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരണക്കേടാണ്, അനുസരണശീലമില്ല, വികൃതിയാണ്, എന്താണ് നീ ഇവന് പേരിട്ടത്? അപ്പൊ പറഞ്ഞു ജുഅല്. ജുഅല് എന്നുള്ള അറബി വാക്കിന്റെ അർത്ഥം കരിവണ്ട് എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജുഅല് എന്ന് പേരിട്ടിട്ട് കുട്ടിക്ക് സ്വഭാവ ദൂഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ സ്വഭാവ ദൂഷ്യത്തെ ദുആ ചെയ്ത് നന്നാക്കാൻ ഉമർ ആളല്ല, നീ തന്നെ നന്നാക്കിക്കോ. അതിന്റെ അർത്ഥം പേരിന്റെ മനഃശാസ്ത്രത്തിലേക്ക് ഇസ്ലാം ആഴത്തിൽ വേരൂന്നൽ നടത്തുന്നുണ്ട് എന്നത് തന്നെയാണ്. ഞാൻ എൻ്റെ വിഷയം വിടുകയാണ്, എൻ്റെ യഥാർത്ഥ വിഷയത്തിൻ്റെ ആത്മാവിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. അത് തന്നെ ഇവിടെ ഒരുപാട് അവശേഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ആർദ്രതയാണ് വിശ്വാസം. കാണേണ്ടതിനെ കാണാനുള്ള ആർദ്രത, അതിന് ആർദ്രത എന്ന് പറയും. ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് നനവിറങ്ങേണ്ടത് ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ്. അവർക്ക് കൽബിന് രോഗം ബാധിച്ച ആളുകളാണ് എന്ന് മുനാഫിക്കീങ്ങളെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഹൃദയത്തിനാണ് രോഗമുള്ളത്. ഹൃദയത്തിന്റെ രോഗത്തെ ശിഫയാക്കാൻ വിശ്വാസത്തിനെ സാധിക്കുന്നതാണ്. നമ്മൾ പരസ്പര ധാരണയോടുകൂടെ ജീവിക്കണം. മുഅ്മിനിന് മുഅ്മിനിന്റെ വില കൊടുക്കണം. മസലുൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ ഉപമയാണ് ഫീ തവാദ്ദിഹിം, അവരുടെ മ്യൂച്വൽ ലവ്, അവരുടെ പരസ്പര സ്നേഹത്തിൽ, വതറാഹമിഹിം, അവരുടെ മ്യൂച്വൽ മേഴ്സി, അവരുടെ പരസ്പര കാരുണ്യത്തിന്റെ വിഷയത്തിൽ, വതആതുഫിഹിം, അവരുടെ പരസ്പര വാത്സല്യത്തിന്റെ വിഷയത്തിൽ, കമസലിൽ ജസദ്, ഒറ്റ ശരീരം പോലെയാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും രോഗം ബാധിച്ചു കഴിഞ്ഞാൽ തദഅലഹു സായിറുൽ ജസദ് ബിസ്സഹരി വൽ ഹമ്മാ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തദഅലഹു, എൻ്റെ കാലിൻ്റെ ചെറുവിരലിൻ്റെ അഗ്രഭാഗത്തൊരു മുള്ള് തറച്ചിട്ട് നല്ല വേദന അനുഭവപ്പെട്ടാൽ എൻ്റെ കണ്ണ് ഈ കാലിൻ്റെ അഗ്രഭാഗത്തിന് വേണ്ടി ഉറക്കൊഴിക്കാൻ, എൻ്റെ കാത് ഉറക്കൊഴിക്കാൻ, എൻ്റെ നാസാരന്ധ്രം ഉണർന്നിരിക്കുകയാണ്, എൻ്റെ ഹൃദയങ്ങൾ ഉണർച്ചയിലാണ്. ശരീരത്തിൻ്റെ അവയവങ്ങൾ മുഴുവൻ, ഒരു ശരീരത്തിൻ്റെ അവയവത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചപ്പോൾ ആ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഉറക്കൊഴിച്ചിട്ടിരിക്കുകയാണ്. അവർ സഹനശക്തിയോടുകൂടെ കാത്തിരിക്കുകയാണ്. അതാണ് യഥാർത്ഥ മുഅ്മിനായ മനുഷ്യന്റെ ഐക്യത്തിന്റെ, ഭദ്രതയുടെ, അവരുടെ യൂണിറ്റിയുടെ ഏറ്റവും വലിയ മാതൃകയെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി